10 വർഷമായിട്ട് മോഡി സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട്. നിങ്ങൾ പെട്രോളിന് ചാർജ് കൂട്ടി, മറ്റുള്ളത് കൂട്ടി. അദ്ദേഹം ചെയ്ത 10 വർഷത്തെ ഹൈവേ റോഡുകൾ, മേൽപ്പാലങ്ങൾ, തുരങ്കങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതൊന്നും ഒരാളും ഇവിടെ പറഞ്ഞു കേൾക്കുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ BJP-ന് വർക്ക് ചെയ്യണ്ട. കാരണം അവരെന്നെ പറഞ്ഞു BJP ജയിക്കും ഇവിടെ എന്നുള്ള. ഈ 2 പാർട്ടി കൂടിയാണ് പറഞ്ഞു. സഹോദര പറഞ്ഞോ, ചെവി കേൾക്കില്ല നിങ്ങൾക്ക്. BJP തോൽക്കുമെന്നാ പറഞ്ഞത്. ചെവി കേൾക്കണില്ലേ? ഇവിടെ പറഞ്ഞു. വോട്ടർമാരെ ഒന്ന് ബഹുമാനിക്ക് പ്ലീസ് രതീഷ്. അതേ ചോദിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാം, അതൊന്നും പ്രതീക്ഷിക്കണ്ട. ബഹുമാനമൊന്നും കോൺഗ്രസിനെ പറഞ്ഞു എന്ന് പറഞ്ഞ ആര് പറഞ്ഞു എന്ന് പറയണ്ടേ? 11 സീറ്റിന് വേണ്ടിയിട്ട് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇനി ചുവപ്പ് കൊടി റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കാണുള്ളൂ. അതിൽ ഒരു സംശയമില്ല. നിങ്ങൾ 400 സീറ്റിന് മേലെ BJP ഇന്ത്യ രാജ്യത്തിൽ വരും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഓക്കെ ചോദ്യമില്ല അതില്. ഓക്കെ പെട്ടെന്ന് വെറുതെ എങ്ങനെ വന്ന് കൂവാനും നിലവിളിക്കാനും കൈയടിക്കും. ഒരു നിമിഷം എന്റെ ചോദ്യം ഒരു നിമിഷം പ്രശാന്ത് പ്ലീസ്. നിലവിലെ ഭാവിയിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാക്കളോടാണ്. ഇത് പാലക്കാട് കേരളത്തിലെ കാർഷിക ജില്ലയാണ്. ഈ ജില്ലയിലെ കൃഷിക്കാർക്ക് കേന്ദ്രം അനുവദിച്ച മിനിമം താങ്ങുവില അടക്കം ഇവിടുത്തെ സർക്കാർ ആ കർഷകന് കൊടുക്കാണ്ട് അവരെ ബാങ്കിലേക്ക് അവരെ വായ്പ എടുത്ത് അവർ സിവിൽ സ്കോറിനെ അടക്കം ബാധിക്കുന്ന തരത്തിൽ ഇന്ന് കർഷകർ മുഴുവൻ പ്രതിസന്ധിയിലാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വലുതും ചെറുതുമായ 50ഓളം നദികളുണ്ട്. എന്നിട്ടും ഇവിടുത്തെ ചില ഏരിയയിൽ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. കൃഷിക്ക് അവർ ഇന്ന് ഈ പാലക്കാടിന് സമീപ പാടശേഖരങ്ങളിലൊക്കെ വരണ്ട് ഉണങ്ങിക്കൊണ്ട് കൃഷിയിൽ സപ്ലൈകോ 1 ലക്ഷം മെട്രിക് ടണ്ണാണ് ഇവിടുന്ന് സംഭരിക്കാൻ തീരുമാനിച്ചത്. അത് ഏകദേശം 60,000 ടണ്ണായിട്ട് മാറാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ഇതിന് ഇവിടുത്തെ ആരാണ് ഉത്തരവാദി? ഈ കേരളം രൂപം കൊണ്ടതിന് ശേഷം മാറി മാറി ഭരിച്ച നിങ്ങൾ രണ്ടുപേരുമല്ല ഇതിന് കർഷകന്റെ കണ്ണീരിന് ആരാണ് മറുപടി പറയുക?